ജിമ്മി ജമ്മേ. അപ്പോൾ ജിമ്മിൻ്റെ കഥ പറയുകയാണെങ്കിൽ ജിമ്മിൻ്റെ പേരിനോട് സാദൃശ്യമുള്ള രീതിയിൽ തന്നെയാണ് ജിമ്മിൻ്റെ ലൈഫിലേക്ക് വന്നത്. ജിമ്മെന്നാണ് വന്നത്. അപ്പം ഞാൻ നാട്ടിലൊരു പുതിയ ജിമ്മാണ്, ഒരു പ്രീമിയം ജിം, അടിപൊളി ജിം, നമ്മളെ പുതിയ ജിം, നിലമ്പൂരത്തെ ജിം, ബാവുക്കാൻ്റെ ജിം. അപ്പോൾ നമ്മളെ സ്വന്തം ജിമ്മാട്ടോ. അപ്പോൾ ബാവുക്കാൻ്റെ ജിമ്മിൽ ഞാൻ ചേർന്ന് നമുക്ക് ഡിസ്കൗണ്ടൊക്കെ ബാവൊക്കെ തന്ന് നൈസായിട്ട് നല്ല പ്രീമിയം ജിമ്മിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസക്കൊക്കെ തന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, അർഷിനോട് പറഞ്ഞു, അർഷി വേറൊരു ജിമ്മിനായി. അർഷിനോട് എടാ ഇവിടെ നല്ല എക്യുപ്മെൻറ്റ്സും സ്പേസൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വായോ നമുക്ക് ഇവിടുന്ന് ജിമ്മിന് പോകാറ്. അതിൽ അർഷി അവിടുത്തെ ജിമ്മ് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നപ്പോൾ അർഷിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു, ജിമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ജിമ്മി വന്ന് കയറുമ്പോൾ തന്നെ വൺ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയൊക്കെ നിർത്തും ജിമ്മ് വന്നിട്ട് ജിമ്മിൽ ഡമ്പെല്ലാം വിട്ടേ അങ്ങനെ ഒരു മൂഡ്. അതിലൊരു എനിക്കൊന്ന് ഒരു ഹാഫ് കൈ ഇതാണ് ഇട്ടുകണോ തോന്നുന്നുണ്ടോ, ഇങ്ങനെ ആളെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ എൻ്റെ പേര് വെച്ച് വന്നപ്പോൾ തന്നെ അതിൽ ഞാൻ എൻ്റെ പേര്, കാരണം എൻ്റെ നാട്ടിൽ ഞാൻ പാട്ട് പാടുന്നത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയാം യൂത്തിന്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പം ഞാൻ അറിയാഞ്ഞിട്ടാണോ ഇന്നെ ആക്കിയതാണോ. അപ്പോൾ ജിമ്മി പാവൻ്റെ പാട്ടും കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ജിമ്മി അത്ര, അതായത് ജിമ്മിൻ്റെ മെമ്മറികളിൽ ഇന്നെ അങ്ങനെ വെച്ചിട്ടില്ല. ഇനി നാട്ടിലൊരു പാട്ട് പറഞ്ഞ ചങ്ങായി എന്നുള്ള മെമ്മറിയിൽ ഞാൻ ജിമ്മി വെച്ചില്ല. അതിൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്തൊരു ആറ്റിറ്റ്യൂഡ് ചങ്ങായി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ വന്ന ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് ജിമ്മി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം തൊട്ട് ജിമ്മി എന്തായി അതേപോലെ വന്ന ജിമ്മി നേരെ മ്യൂസിക് മാറി. ഫസ്റ്റ് ദിവസം ജിമ്മി എന്ന മ്യൂസിക് ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ ആ മൂടേനി. രണ്ടാമത്തെ ദിവസം സൈക്കിളൊക്കെ തൊട്ട് ജിമ്മി ചെയ്ത് മൂടാണ്. നീലവിളക്കിന് തിരി കളിക്കണ നിറ പറയാത് വേണം കുരവയിടാൻ കൂടെ മുത്തോളം മത്യം ആ മൂടായി. അപ്പോൾ ജിമ്മി വളരെ ഫ്രണ്ട്ലി ആയി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത്രത്തോളം ഒരു പച്ചസാധു ലോകത്ത് പാറില്ല, ഒരു പച്ചസാധു ചങ്ങായാണ് ജിമ്മി. അപ്പം ജിമ്മി പിന്നെ ജിമ്മിൽ നിന്ന് പരിചയമായി. പിന്നെ ഇങ്ങനെ എൻ്റെ A to Z കാര്യങ്ങൾക്ക് എൻ്റെ ഒപ്പമായി. നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ജിമ്മിയാണ് ഇതിന് മുൻകൈ എടുത്തത്. വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ നിന്ന് ഇത്രയും പേര് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോമ്പിന് തുടങ്ങി നമ്മൾ ഇത്രയും സെറ്റപ്പ് ആക്കിയതിനൊരു പിൻഭാഗത്തൊരു 50% എഫേർട്ട് ഇട്ട ആളും ജിമ്മിയാണ്, A to Z. അപ്പോൾ ജിമ്മിനോട് ഞാൻ അത്രയും ഗ്രേറ്റ്ഫുൾ ആണ് എൻ്റെ ലൈഫിൽ. കാരണം ജിമ്മി വേറെ ഏത് ഫ്രണ്ട്സും അവൈലബിൾ അല്ലാത്ത ടൈമിൽ ജിമ്മി എനിക്ക് അവൈലബിൾ ആണ്. ജിമ്മിക്ക് വേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ജിമ്മി തിരക്കുകൾ ഒഴിവാക്കി എൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു ഇവൻറ്റിനാണെങ്കിലും ഓൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പരിപാടിക്ക് വിളിച്ചാലും ഓൻ അന്ന് വേണം റെസ്റ്റ് എടുക്കാതെ എൻ്റെ കൂടെ എൻ്റെ വണ്ടീൻ്റെ മുന്നിലിരുന്ന് ജിമ്മിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പം ജിമ്മി ഈസ് വെരി ക്ലോസ് ടു മീ. ജിമ്മി ഈസ് വെരി ക്ലോസ്. അപ്പം ഇപ്പം എൻ്റെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളാണ് ജിമ്മി. നമ്മളെ A to Z, എൻ്റെ ജിമ്മി പറഞ്ഞാൽ എനിക്ക് A to Z ആണ്, ഞാൻ പറഞ്ഞാൽ ജിമ്മിക്കും A to Z ആണ്. അപ്പം അതാണ് ജിമ്മിൻ്റെ കഥ. പിന്നെ ജിമ്മി ജിമ്മിൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ഞാൻ കണക്റ്റഡ് ആയി. ജിമ്മിനെ കുറേ വീട്ടിൽ കറക്കാൻ പോകുന്നു, ജിമ്മിനെ കയറ്റുന്നു. ജിമ്മി എല്ലാ പ്രോഗ്രാമിനും വന്ന്. ജിമ്മി ശരിക്കും ഞെട്ടണം എന്ന് വെച്ചാൽ ജിമ്മിക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. അപ്പോൾ നാദാപുരത്ത് ഞാൻ ഫസ്റ്റായിട്ട് പരിപാടിക്ക് പോകുന്ന ടൈമിലാണ്, നാദാപുരത്തും പാണ്ടിക്കാടും ഞാൻ ഫസ്റ്റ് പരിപാടിക്ക് പോകുന്ന ടൈമിൽ ഒടുക്കത്തെ ജനമായിരുന്നു. അതായത് ഒരു തല തൊട്ട് തല വരെ ജനം ഉണ്ടായിരുന്നു. റോഡ് ബ്ലോക്ക് പരിപാടി എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ജിമ്മി അന്ന് ഞാൻ വെറുതെ പറഞ്ഞു ജിമ്മി നമുക്ക് വീഡിയോ എടുക്കാം ഈ വായ. അപ്പോൾ ജിമ്മി എന്താ സാധാരണ ഒരു പാട്ട് പരിപാടിയല്ലേ പോയോക്കാൻ. അവസാനം ജിമ്മി ആൾക്കാരെ തിരക്കിലൊക്കെ പെട്ടിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ ജിമ്മിൻ്റെ ഒരു നോട്ടം ഇവനെ ഏതാ ചെങ്ങായി. അപ്പോഴും ജിമ്മിക്കിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ കിട്ടിയില്ല. പിന്നെയാണ് ജിമ്മിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ജിമ്മിക്ക് ഞാൻ ആരാ എന്താണെന്നുള്ള ഒരു കാര്യവും അറിയില്ലേനു. നമ്മൾ ഒരുപാട് ആളായിട്ടില്ല, പക്ഷേങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നവർക്കൊക്കെ ഞാൻ ആരാന്ന് അറ്റ്ലീസ്റ്റ് ചെറിയൊരു ബോധം ഉണ്ടായിരുന്നു. അതായത് പാട്ട് പാടും, കുറച്ച് ആൾക്കാർ അറിയും എന്നുള്ളൊരു സാധനം. ആ സാധനം ജിമ്മിക്ക് തീരല്ലേനും. കോൻ ഹെബായ് എന്നുള്ള മൂഡിലാണ് ജിമ്മി വന്നത്. പിന്നെ ജിമ്മി കമ്പനി എല്ലാ പരിപാടിക്കും വന്ന് ആ പരിപാടി തൊട്ട് ഇപ്പോൾ ലാസ്റ്റിൻ്റെ കഴിഞ്ഞ പരിപാടിക്ക് വരെ ജിമ്മി ഹാജറായിരുന്നു. സോ അതാണ് ജിമ്മിയായിട്ടുള്ള കഥ. പിന്നെ ജിമ്മിൻ്റെ വീട്ടിൽ കടന്നുറങ്ങിയെക്കാട്ടിലും കൂടുതൽ ഇവിടെയാണ് വന്ന് കടന്നുറങ്ങൽ. ജിമ്മിൻ്റെ വീട് പറഞ്ഞാൽ എൻ്റെ വീടാണ്, എൻ്റെ വീടാണ് ജിമ്മിൻ്റെ വീടാണ്. അതാണ് ഞാനും ജിമ്മി തമ്മിലുള്ള ജിമ്മ് എന്ന ബന്ധം.